I am George Thomas. Today we will discuss some points on CIBIL. So, 2 ആഴ്ച മുന്നേ I met an old friend of mine from Delhi. അദ്ദേഹം കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ഹൗസിംഗ് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. സോ ഹി അപ്ലൈഡ് ഫോർ 50 lakhs rupees. സോ ഓൺലൈൻ ചെക്ക് ചെയ്തപ്പോൾ EMI വാസ് കമ്മിങ് അറൗണ്ട് 50,000 rupees at 8.5% per annum. ഈ ലോൺ എടുത്തേക്കുന്നത് 20 വർഷത്തേക്കാണ്. സോ ഹി വെയിറ്റഡ് ഫോർ 2-3 days. കഴിഞ്ഞ് റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് അൺഫോർച്ചുനേറ്റ്ലി ഹിസ് ലോൺ വാസ് റിജക്റ്റഡ്. ഹി വാസ് സോ സാഡ്. മാരേജ് കഴിഞ്ഞേ ഉള്ളൂ, വീട് വെക്കാൻ വേണ്ടി നോക്കി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സോ സിബിൽ സ്കോർ ബാഡായതിൻ്റെ ബേസിലാണ് ലോൺ റിജക്റ്റ് ചെയ്തത്. അന്നേരമാണ് അദ്ദേഹം ആലോചിക്കുന്നത്, അയ്യോ സിബിൽ ഉണ്ട്, ഈ സിബിൽ എന്താണ്, റേറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് സിബിൽ? സിബിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ്. സിബിൽ ഈസ് ദ ഫസ്റ്റ് CIBIL is the first company in India to provide credit information on the customers. It is formed in August 2000. So CIBIL collects all the informations regarding the repayment, solvency, credibility, etc. of customers and report it to the banks. So CIBILന്റെ റേറ്റിംഗ് അല്ലെങ്കിൽ CIBILന്റെ സ്കോറിൻ്റെ ബേസ് ചെയ്തിലായിരിക്കും ബാങ്ക്സ് ലോൺസ് പ്രൊവൈഡ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ ക്രൈറ്റീരിയ ഓർ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സിബിൽ സ്കോർ. നമുക്കൊരു 5 ഫാക്ടേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഹൗ ടു മെയിൻറ്റെയിൻ ദ സിബിൽ സ്കോർ ഇഫ് യു ആർ ഓൾറെഡി ഹാവിങ് എ ഗുഡ് സിബിൽ സ്കോർ, ഓർ നിങ്ങളുടെ സിബിൽ സ്കോർ പുവർ ആണ്, അതെങ്ങനെ ഇൻക്രീസ് ചെയ്യാം. സോ ഇതിനെ രണ്ടിനെ എഫക്റ്റ് ചെയ്യുന്ന സം ഫാക്ടേഴ്സ്. ദ ഫസ്റ്റ് ഫാക്ടർ ഈസ് പ്രോപ്പർ റീപേയ്മെൻറ്റ്. ഞാൻ ഒന്നുകൂടെ പറയാം, പ്രോപ്പർ റീപേയ്മെൻറ്റ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ പ്രോപ്പർ ടൈമിൽ റീപേ ചെയ്യണം. ബട്ട് ഇഫ് യു ആർ മേക്കിംഗ് എനി ഡീഫോൾട്ട്സ്, ലെറ്റ് ഇറ്റ് ബി എനി മൈന്യൂട്ട് ഡീഫോൾട്ട്, മൈന്യൂട്ട് ചെക്ക് ബൗൺസ്ഡ്, it can badly affect your CIBIL score. So make sure that you are promptly making your repayments on time. The second point is joint loan or guarantee. So sometimes what happens, ഹസ്ബൻഡും വൈഫും കൂടെ കൂടി ഒരു ജോയിൻറ്റ് അക്കൗണ്ട് ആയിരിക്കും. ആ ജോയിൻറ്റ് അക്കൗണ്ടിൻ്റെ ബേസിൽ ലോൺ എടുക്കും. So what happens, that maybe the husband may be paying the loan repayments or EMIs. Wife may not be knowing about all these things. പക്ഷേ ഹസ്ബൻഡ് എന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തിയാൽ റീപേയ്മെൻറ്റിൽ, ഇറ്റ് വിൽ നോട്ട് ഓൺലി എഫക്ട് ഹസ്ബൻഡ് സിബിൽ സ്കോർ ബട്ട് ഓൾസോ ഇറ്റ് ക്യാൻ എഫക്ട് വൈഫ് സിബിൽ സ്കോർ. ബട്ട് വൈഫിന് ഇതൊന്നും അറിയുന്നില്ല. വൈഫ് അൺനോയിങ് ആണ്. EMIയിൽ എന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തിയോ അല്ലെങ്കിൽ എന്താണ്ട് ഡിസ്പ്യൂട്ട് ഉണ്ടോ, ഇതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല. പക്ഷേ ആരുടെ സിബിൽ സ്കോറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? വൈഫിനെ. സോ ഇഫ് യു ആർ ഹാവിങ് എനി ജോയിൻറ്റ് ലോൺ അക്കൗണ്ട്സ്, മേക്ക് ഷുവർ ദാറ്റ് ദ അതർ പേഴ്സൺ ഈസ് മേക്കിംഗ് പ്രോപ്പർ റീപേയ്മെൻറ്റ്സ്. ഇതല്ല രണ്ടാമത് ഗ്യാരണ്ടിയുടെ കാര്യം. ലോൺ, joint loan അല്ല guarantees. So we can give guarantees on different levels. As an individual we can give, or as a sole proprietor we can give to the sole proprietary, or as a partner, or even as a director we give loans to the company. So നമ്മൾ ലോൺസ് ഇതുപോലെ ആരെങ്കിലും ലോൺ എടുക്കുമ്പോൾ, ഒരു തേർഡ് പാർട്ടി ലോൺ എടുക്കുന്നതിന് ഗ്യാരണ്ടി കൊടുത്തു. So in this time we have to make sure that the other person or the creditor is making proper repayments. അവർ ഡീഫോൾട്ട്സ് ഒന്നും വരുത്തില്ല എന്ന് ഉറപ്പ് വരുത്തുക. കാരണം ആസ് എ ഗ്യാരണ്ടിയർ, ആസ് എ പേഴ്സൺ ഹു ഹാവ് ഗിവൺ ഗ്യാരണ്ടി, ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു മേക്ക് ദ അതർ പേഴ്സൺ മേക്ക് പ്രോപ്പർ റീപേയ്മെൻറ്റ്സ്. റീപേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ എഫക്റ്റ് യുവർ സിബിൽ സ്കോർ. Okay, so make sure that in case of joint loan or in case of guarantee, proper repayments are being made. The third point is ratio of unsecured loans to secured loans. നമ്മൾ ചിലപ്പം പ്രോപ്പർട്ടിയുടെ ബേസിൽ ലോൺ എടുക്കും. ഹൗസ് വെച്ചിട്ട് അല്ലെങ്കിൽ വണ്ടി വെച്ചിട്ട് നമ്മൾ ലോൺ എടുക്കും. അതല്ല, പ്രോപ്പർട്ടി ഒന്നും ഇല്ലാതെ, ഒരു പ്രോപ്പർട്ടിയുടെ ബേസ് ഇല്ലാതെ നമുക്ക് കിട്ടുന്ന ലോൺസാണ് ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്. സോ ഈ ക്യാഷ് ക്രെഡിറ്റിൻ്റെയും ഓവർ ഡ്രാഫ്റ്റിൻ്റെയും ടോട്ടലിലുള്ള റേഷ്യോ ഒരു 30% ലിമിറ്റ് ചെയ്യുക. എക്സാമ്പിളായിട്ട് പറയുമെങ്കിൽ, ഇഫ് യുവർ ടോട്ടൽ ലോൺ ഈസ് 10 lakhs, ഓക്കെ, ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യുവർ ക്യാഷ് ക്രെഡിറ്റ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ്, അല്ല നിങ്ങൾ എടുക്കുന്ന ലോൺ ഓൺ ക്യാഷ് ക്രെഡിറ്റ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ് ഈസ് നോട്ട് മോർ ദാൻ 3 lakh. ഒരു 30% ലിമിറ്റ് ചെയ്ത് വെക്കുക. വൈ? ബിക്കോസ് ഇഫ് യു ആർ മേക്കിംഗ് ഓർ ഇഫ് യു ആർ ടേക്കിംഗ് മോർ അൺസെക്യൂർഡ് ലോൺസ്, പ്രോപ്പർട്ടി ഇല്ലാതെ നിങ്ങൾ കൂടുതൽ ലോൺ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഷോസ് ദാറ്റ് യു ആർ ലെസ് ക്രെഡിബിൾ ഓർ യുവർ സോൾവൻസി ഈസ് ലെസ്. സോ ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് തിങ് ടു ഹാവ്. The fourth point is credit hunger.
നമുക്ക് പേര് കേൾക്കുമ്പോഴേ അറിയാം, ക്രെഡിറ്റ് ഹങ്കർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ദാറ്റ് വി ആർ ഇൻ സോ മച്ച് നീഡ് ഓഫ് മണി. അതെ, നമ്മളെല്ലാവരും പൈസയ്ക്ക് അത്യാവശ്യമുള്ളവരാണ്, അതുകൊണ്ടാണ് നമ്മൾ ബാങ്കിൽ ചെല്ലുന്നതാണ്. പക്ഷേ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ബാങ്കിനെ കാണിക്കാണ്ടിരിക്കുകയാണ്. വി ഷുഡ് ബി ഷോയിങ് സം ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ് ദയർ. നമ്മൾ പൈസയ്ക്ക് അത്യാവശ്യമായിട്ട് നിൽക്കുകയാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കാണിക്കാണ്ടിരിക്കുക. എങ്ങനെയൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ? ഒന്ന്, നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി നോക്കുക ലോണിനുള്ളത്. ഇങ്ങനത്തെ അവസ്ഥയിൽ ഡോണ്ട് മേക്ക് എഗെയിൻ ആൻഡ് എഗെയിൻ ആപ്ലിക്കേഷൻസ് ഫോർ ദ സെയിം ലോൺ. ഒന്ന് റിജക്റ്റ് ആയെങ്കിൽ ഫൈൻഡ് സം അതർ വേസ്, ഡോണ്ട് ഗോ ഫോർ ദ സെയിം വേ. ദെൻ ഇൻ കേസ് ഓഫ് ക്രെഡിറ്റ് കാർഡ്സ്, ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് നമ്മൾ ക്യാഷ് യൂസ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് ക്രോസ് 40% ഓഫ് ദ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ്. അതായത് ഇഫ് യുവർ ടോട്ടൽ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഈസ് 1 lakh, നമ്മൾ അതിൽ നിന്നൊരു 40,000 മാക്സിമം ഉപയോഗിക്കാവുള്ളൂ. അത്യാവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കുക. അത്യാവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ make sure that you limit your use within 40%. Okay. Then in case of EMIs, നമ്മൾ എന്തെങ്കിലും ഒരു സാലറിയുടെ ബേസ് വെച്ച് നമ്മളൊരു EMI എടുത്തെന്ന് വെച്ചോ, ഫോർ എക്സാമ്പിൾ ഒരു ഹൗസിംഗ് ലോൺ. ഈ ഹൗസിംഗ് ലോണിൻ്റെ കേസിൽ മേക്ക് ഷുവർ ദാറ്റ് EMI വിച്ച് ഈസ് ഡിഡക്റ്റഡ് ഫ്രം യുവർ അക്കൗണ്ട് ഈസ് നോട്ട് മോർ ദാൻ അഗെയിൻ 14% ഓഫ് ദ ടോട്ടൽ സാലറി. അതായത് ടോട്ടൽ സാലറി 1 lakh ആണ്, നിങ്ങൾ അടയ്ക്കുന്ന EMI 40,000 അടിയിൽ നിൽക്കാൻ ശ്രമിക്കും. ബിക്കോസ് ഇറ്റ് ഷോസ് ദാറ്റ് യു ആർ ഹാവിംഗ് ദ ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് 1 lakh rupees, but still you are giving EMI only 40,000 rupees from that 1 lakh. So it again boosts your CIBIL score. And finally, the last point, the fifth point that we have to keep in mind is CIBIL reports. അതായത് ബാങ്കിങ് കമ്പനീസ് അവരുടെ കസ്റ്റമേഴ്സിനെ പറ്റി, അവരുടെ റീപേയ്മെൻറ്റ് സ്കെഡ്യൂൾസിനെ പറ്റി, അവരുടെ ഹിസ്റ്ററിയെ പറ്റി സിബിലിനൊരു റിപ്പോർട്ട് അയക്കും. ആ റിപ്പോർട്ടിനെയാണ് സിബിൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. സോ ഈ സിബിൽ റിപ്പോർട്ട് ബാഡ് ആണെങ്കിൽ തീർച്ചയായും നമ്മുടെ സിബിൽ സ്കോറിനെ ഇത് ബാധിക്കും. സോ മേക്ക് ഷുവർ ദാറ്റ് ദീസ് സിബിൽ റിപ്പോർട്ട്സ് ആർ ഗുഡ് എനഫ്. സോ അതെങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം? ഈ സിബിൽ റിപ്പോർട്ട്സ് മെയിനായിട്ട് പോകുന്നത് ഇഫ് യു ഹാവ് ഗീവൺ എനി ഗ്യാരണ്ടീസ്, ഗ്യാരണ്ടിയർ നമ്മൾ ഗ്യാരണ്ടി കൊടുത്ത ആർക്കാണോ അയാൾ റീപേയ്മെൻറ്റ്സ് നടത്തിയില്ല, സോ അവിടെ നമുക്ക് ബാഡ് റിപ്പോർട്ട് ആകാം. ദെൻ ഇഫ് യു ഹാവ് ടേക്കൺ എനി ജോയിൻറ്റ് ലോൺ അക്കൗണ്ട്സ്, സോ ദ അതർ പേഴ്സൺ ഹാവ് നോട്ട് മെയ്ഡ് ദ റീപേയ്മെൻറ്റ്സ് ഓൺ ടൈം, സോ ഈ കേസിൽ നമുക്കൊരു ബാഡ് റിപ്പോർട്ട് ആകാം. ഇതല്ല, നമുക്ക് ബാങ്കുമായിട്ടൊരു ഡീഫോൾട്ട്, നമുക്ക് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ എന്തെങ്കിലും അക്കൗണ്ട് ഡിഡക്റ്റ് ചെയ്താലും ചെക്ക് ബൗൺസ് ആയാലും എന്തെങ്കിലും ഒരു നമുക്ക് സംശയമുണ്ട്, നമ്മുടെ തെറ്റല്ല ബാങ്കിൻ്റെ തെറ്റാണ്. സോ അങ്ങനെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഓൺ ഗോയിങ് ആണെങ്കിൽ അത് ബാങ്ക് നോക്കില്ല കോൺഫ്ലിക്റ്റ് ആണല്ലോ എന്ന്. ഇഫ് യു ഹാവ് മെയ്ഡ് എനി റീപേയ്മെൻറ്റ് ഓർ ഇഫ് യു ഹാവ് മെയ്ഡ് എനി ഡീഫോൾട്ട് ദാറ്റ് വിൽ ബി ഷോൺ ഇൻ ദ റിപ്പോർട്ട്സ്. സോ ഇത് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ഇത് റിപ്പോർട്ടിൽ വരുന്നതിന് മുന്നേ തന്നെ നമ്മളതിനെ റിസോൾവ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളത് ലാഗ് ചെയ്യാതെ എപ്പോഴാണോ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ തന്നെ റിസോൾവ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. Okay, so these are the 5 points. I will just summarize 5 points again. First of all, proper repayment. Most importantly, proper repayment of loans. Secondly, the ratio of secured and unsecured loans. Unsecured to secured should be 30 to 70%. And thirdly, if you have taken any loans on joint basis or if you have given any guarantee, make sure that the other person have made proper repayments. And the fourth point is credit hunger. Don't show back, don't give the attitude that you are so much in need of money. Okay, show that little good attitude to the bank so that they will have good confidence on you. And finally, CIBIL reports. Try to improve your CIBIL reports, and if anything is going wrong in the CIBIL reports, that will talk how to rectify it or how to increase it towards the conclusion of the video. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് മനസ്സിലിപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഏതാ ഒരു നല്ലൊരു സിബിൽ സ്കോർ, ഒരു നല്ല ലോൺ കിട്ടാൻ, ഏത് ബാങ്കിൽ ലോൺ കിട്ടാനായിട്ട് നല്ലൊരു ബേസിക് സിബിൽ സ്കോർ എത്രയാണെന്ന് ചോദിക്കും. ആക്ച്വലി ഇറ്റ് ഡിപ്പെൻഡ്സ് അക്കോർഡിംഗ് ടു ദ ബാങ്ക്. പക്ഷേ ഓവറോൾ ഒരു എക്സ്പീരിയൻസ് വെച്ച് ജനറലി ബാങ്ക്സ് അക്സെപ്റ്റ് ചെയ്യുന്നത് 700 to 750 എന്നുള്ള റേഞ്ചിലാണ് സിബിൽ സ്കോർ അക്സെപ്റ്റ് ചെയ്യാറ്. ഓക്കെ, ബട്ട് അഗെയിൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ബാങ്ക്. സം ബാങ്ക്സ് മേ നോട്ട് ബി പ്രൊവൈഡിങ് ലോൺസ് ഇഫ് ദ സിബിൽ സ്കോർ ഈസ് ലെസ് ദാൻ 800. 800 വേണ്ടി വരും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്. Then also 700 to 750. ഇനി എൻ്റെ സിബിൽ സ്കോർ 500 ആണ്, ഹൗ ക്യാൻ ഐ ഇംപ്രൂവ് ഇറ്റ് ടു 700 or 750? ഒരു ഡൗട്ട് ഉണ്ടാകാം നമുക്കല്ലേ. സോ ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് വേണ്ടി ആക്ച്വലി നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് മനസ്സിൽ വെച്ചാൽ മതി. സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സ് ആണ്, വെരി ബേസിക് ആണ്. ദെൻ ഓൾസോ വി വിൽ ഡിസ്കസ് ഇറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ സിബിൽ റിപ്പോർട്ടിൽ വന്ന ബാഡ് മാർക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഡ്യൂ ടു വാട്ട് ഓൾ റീസൺസ് CIBIL score went down.
സോ ഈ റീസൺസ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഫസ്റ്റ് അത് മനസ്സിലാക്കിയിട്ട് അത് റെക്ടിഫൈ ചെയ്യുക. സോ സംടൈംസ് നമ്മൾ റീപേയ്മെൻറ്റ് നടത്തിയത് ഡീഫോൾട്ട്, അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. റീപേയ്മെൻറ്റ് നടത്തി ഡീഫോൾട്ട് വരുത്തുകയാണെങ്കിൽ ആ സ്കോറിൽ വരുന്ന പ്രശ്നങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മുന്നോട്ടുള്ളതിൽ റീപേയ്മെൻറ്റ്സ് ടൈംലി റീപേ ചെയ്യാൻ ശ്രമിക്കുക, ഡീഫോൾട്ട്സ് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ല, ഇനി നമ്മുടേതല്ലാത്ത ചില റീസൺസ് കാണും. ഫോർ എക്സാമ്പിൾ ഗ്യാരണ്ടി, നമ്മളൊരു തേർഡ് പാർട്ടിക്ക് ഗ്യാരണ്ടി കൊടുത്ത് ദാറ്റ് പേഴ്സൺ ഡിഡ്ന്റ് മേക്ക് ദ പേയ്മെൻറ്റ് ഓൺ ടൈം. സോ ഇൻ ദാറ്റ് കേസ് വാട്ട് വി ക്യാൻ ഡു, വി ക്യാൻ അപ്രോച്ച് ദാറ്റ് പേഴ്സൺ ആൻഡ് അദ്ദേഹത്തിനോട് പറയാം നിങ്ങൾ പ്രോപ്പറായിട്ട് റീപേയ്മെൻറ്റ് നടത്തുക, എൻ്റെ സിബിൽ സ്കോറിൽ പ്രശ്നമുണ്ട്. സോ അദ്ദേഹത്തെ കൊണ്ട് പ്രോപ്പറായിട്ട് റീപേയ്മെൻറ്റ് നടത്തിക്കുക. അതല്ല ജോയിൻ്റ് അക്കൗണ്ടാണ്, ജോയിൻ്റ് അക്കൗണ്ടിൽ ദ അതർ പേഴ്സൺ ഹാവ് നോട്ട് മെയ്ഡ് പ്രോപ്പർ റീപേയ്മെൻറ്റ്സ്. ഈ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് പറയാം പ്രോപ്പറായിട്ട് റീപേയ്മെൻറ്റ് നടത്തുക. സോ ഇൻ ദാറ്റ് കേസ് യുവർ സിബിൽ സ്കോർ മേ ബി ഇംപ്രൂവ്ഡ്. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കുന്നത്, ചിലപ്പോൾ നമ്മൾ ബാങ്കുമായിട്ട് ചിലപ്പോൾ കോൺഫ്ലിക്ട്സ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ചെക്ക് ബൗൺസ് ആയെന്ന് പറയാം. ആക്ച്വലി നമ്മുടെ പ്രശ്നം കൊണ്ടായിരിക്കില്ല ചെക്ക് ബൗൺസ് ആയത്. ഇറ്റ് ക്യാൻ ബി ബാങ്ക്സ് some mistake in the automated system. So in that case, make sure that you have resolved that thing with the bank before it is shown as a report to the CIBIL. So ഇവിടെ എനിക്കൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാനുള്ളത്, എനിക്ക് ചിലപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ എടുത്തെന്ന് വിചാരിക്കുക. ഈ ക്രെഡിറ്റ് കാർഡ് നമുക്ക് സെൻഡ് ചെയ്ത് തരും, രജിസ്റ്റേർഡ് അഡ്രസ്സിൽ സെൻഡ് ചെയ്ത് തരും. ഇത് വേറൊരു അഡ്രസ്സ് ഇട്ടു. ഇത് നമ്മുടെ തെറ്റല്ല, നമ്മൾ കൊടുത്ത അഡ്രസ്സ് കറക്റ്റ് തന്നെയാണ്, പക്ഷേ അവിടെ ടൈപ്പിങ്ങിൽ വന്ന എന്തെങ്കിലും പ്രശ്നം കൊണ്ട് വേറൊരു അഡ്രസ്സ് ഇട്ടു. ഇതിന് ആനുവലി ചാർജസ് ഉണ്ടല്ലോ ക്രെഡിറ്റ് കാർഡിന്. സോ വെൻ ദീസ് ചാർജസ് ആർ നോട്ട് പെയ്ഡ്, ഇറ്റ് ഈസ് അഗെയിൻ കൺസിഡർഡ് ആസ് എ ഡീഫോൾട്ട്. ഇതും നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കാം. സോ ഇങ്ങനത്തെ അവസ്ഥയിൽ ഇഫ് യു ആർ ഹാവിങ് എനി കോൺഫ്ലിക്റ്റ് വിത്ത് ദ ബാങ്ക്, ഇങ്ങനത്തെ സമയത്ത് യു ക്യാൻ ഗോ www.cibil.com/consumer disputes. സോ ഇവിടെ പോയി കഴിഞ്ഞാൽ വി ക്യാൻ രജിസ്റ്റർ അവർ ഡിസ്പ്യൂട്ട്സ് ആൻഡ് ഇഫ് ദെയർ ആർ എനി ഓൺഗോയിങ് ഡിസ്പ്യൂട്ട്സ്, നമ്മുടെ തെറ്റുകൊണ്ടല്ലാതെ വന്നേക്കുന്ന ബാഡ് മാർക്സ്, ഇത് നമുക്കിവിടെ റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നൗ അതർ സ്മോൾ ഏരിയാസ് വെയർ വി ഹാവ് ടു ഗീവ് കൺസേൺ ഈസ് ATM വിഡ്രോവൽസ്. നമ്മൾ ATM വിഡ്രോവൽസ് മാക്സിമം റെഡ്യൂസ് ചെയ്യുക ടു ഷോ ദ ബാങ്ക് that we are a genuine party or genuine client. You have to more transact or you have to do more transactions to recognize channels. DD എഴുതുക, ചെക്ക് എഴുതുക, ബാങ്ക് ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യുക. സോ ദിസ് വിൽ ഇൻക്രീസ് യുവർ ക്രെഡിബിലിറ്റി. ഓക്കെ, ആൻഡ് ഫൈനലി one more last thing, if you have applied for a big loan and the bank have rejected it, so don't feel bad, apply for a small loan so that on which you are sure that you will get the loan for sure. സോ അങ്ങനത്തെ ഒരു ചെറിയ ലോൺ എടുക്കുക, എന്നിട്ട് ആ ചെറിയ ലോൺ പ്രോപ്പറായിട്ട് റീപേ ചെയ്യുക. ആ പ്രോപ്പറായിട്ടുള്ള റീപേയ്മെൻറ്റ് വഴി ഇറ്റ് മേ ടേക്ക് സം ടൈം, ഇറ്റ് ക്യാൻ ബി 1 year 2 year, ബട്ട് ഓവർ ദ പീരിയഡ് ഓഫ് 1 or 2 years യുവർ സിബിൽ സ്കോർ വിൽ ഇൻക്രീസ് ഗ്രാജുവലി ആസ് യു ആർ മേക്കിംഗ് പ്രോപ്പർ repayments. I hope I could help with some of the concerns on CIBIL and how to improve it, and already if it's in a good score, how to maintain it. And thank you for watching.